കിച്ചി എനിക്ക് പണ്ട് ഞാൻ ആ കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയി. ഞാൻ വിചാരിച്ചു ഇത്ര. എല്ലാവർക്കും നമസ്കാരം. ലക്കി ഫാമിലി അറിയാമായിരിക്കും കുറച്ചു പേർക്കെങ്കിലും ഒക്കെ, കാരണം 10-60 ലക്ഷത്തിന് മേളിൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ടീംസാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ തട്ടിമുട്ടിയൊക്കെ ആയിരിക്കും എങ്കിലും കണ്ടിട്ടുണ്ടാവണം മേ ബി. കാരണം മിക്കവാറും നമ്മുടെയൊക്കെ ഫീൽഡിലൊക്കെ വരുന്നതാണ്. പിന്നെ ചിലവർ കാണാത്തവരും കാണും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ആയിരിക്കും, മിക്കവാറും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ലക്കി ഫാമിലിയിൽ ഇപ്പോൾ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു കല്യാണം കഴിച്ചല്ലോ. കിച്ചു കല്യാണം കഴിച്ചപ്പോൾ ആണ് വിഷയം. പ്രത്യേകിച്ച് കിച്ചുവിൻ്റെ ചേട്ടൻ ആദ്യം ആതിരെ കല്യാണം കഴിച്ചിരുന്നു. ആ സമയത്തൊന്നുമില്ലാത്ത വിഷയമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള വിഷയം. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് കിച്ചുവിൻ്റെ ഏട്ടത്തിയുമായിട്ട് നല്ല കമ്പനിയാണ്, നല്ല ഫ്രണ്ട്സ്, നല്ല ബ്രദർഹുഡ് ബോണ്ടൊക്കെ ആ ഒരു സെറ്റപ്പാണ്. അപ്പോഴാർക്കും പ്രശ്നമില്ല. പക്ഷെ അടുത്ത് കിച്ചു കല്യാണം കഴിച്ച് അനുവിനെ കൊണ്ടുവന്നപ്പോൾ മൊത്തത്തിൽ പ്രശ്നമായി. പിന്നെ പറയുന്ന അവൻ്റെ പെരുമാറ്റം ശരിയില്ല, അല്ലെങ്കിൽ അത് ശരിയാവൂല, അത് മറ്റതാണ് മറിച്ചതാണ്, അവർ യോജിച്ചൊന്നും പോവില്ല. പിന്നെ മറ്റേ പാലുകാച്ചിന് കേക്ക് കൊടുത്തപ്പോൾ അവൾ കേക്ക് വാങ്ങിച്ചില്ല, കല്യാണത്തിന് അവളുടെ മുഖം ഓക്കെ അല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആയി അവരുടെ ഓഡിയൻസ് എന്നെ പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. ഈ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇടപെടാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നവർ താഴെ ചോദിച്ചിട്ട് പോക്കോ, എനിക്ക് നാണമില്ല. ഓക്കെ, ഞാൻ ആരുടെയും കുടുംബത്തിന്റെ അകത്ത് അണ്ണാക്കിക്കൊണ്ട് പിരിവെട്ടി വെച്ചിട്ട് CCTV വെച്ചിട്ട് എടുത്തില്ല. വന്ന CCTVകൾ എടുത്ത് ചർച്ച ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് അവിടെ ആ പ്രശ്നം തീരുന്നല്ല. ഇനി എന്നിട്ടും കമന്റ്, നിനക്ക് നാണം ഇല്ലടാ കുടുംബത്തിൽ കയറി ഇടപെടാൻ വേറുള്ളവർ. ഇല്ലടാ, എനിക്ക് നാണം ഇല്ലടാ, എനിക്ക് നാണമേ ഇല്ല. മനസ്സില്ല? ഇനി അതിനുള്ള ഉത്തരം ആരും കിട്ടിയില്ലെന്ന് പറയണ്ട. എനിക്ക് നാണം ഇല്ല. ഓക്കെ, എനിക്ക് നാണം എന്ന് പറയുന്ന സാധനം ഇല്ല 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 ഇല്ല. സമാധാനമില്ല. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇപ്പോൾ ഈ കമന്റ് ബോക്സുകളിൽ ലക്കി ഫാമിലിയുടെ അവരുടെ ആ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഇപ്പോൾ അവർക്കും ഇത് തന്നെയാണ് സംസാരിക്കാനുള്ളത്. എടാ, നിന്റെ ഏട്ടത്തിയായിട്ട് നീ ഇങ്ങനെ കൂടുതൽ അടുക്കല്ല ഏട്ടാ, നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും തോന്നും, ആ ഒരു സെറ്റപ്പൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അവരും ഇതൊക്കെ കണ്ടന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ എന്നും ഇങ്ങനെ വരുന്ന കമന്റ്സിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ച് അതൊരു വിഷയമാക്കി ഒരു കോൺട്രവേഴ്സി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതാടാ, എല്ലാം റീച്ച്, സർവവും മായ. അപ്പൊ നമുക്ക് ഇവരെ സൈന സൗത്ത് പ്ലസിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഏത് ലക്കി ഫാമിലിയിലെ എല്ലാവരും ഒക്കെ ഇരുന്നും കൊണ്ട് നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടുകുടുംബം വളരെ കുറവാണ്. സഹോദരങ്ങളും എല്ലാവരും കൂടിയൊക്കെ ഒരു വീട്ടിൽ താമസിക്കുക, എല്ലാവരും അടിച്ചു പൊളിച്ച് ഒരു വൈബായിട്ട് പോവുക എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് ഇവിടെ കിച്ചുവും അനുവും ആതിരയും ആതിരയുടെ ഭർത്താവും എല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ച് താമസിക്കുന്നത്. നല്ലൊരു വൈബായിട്ടാണ് അവർ പോകുന്നത്, നല്ല കാര്യവുമാണ്. എന്നാൽ അതല്ല ഇവിടുത്തെ പ്രശ്നം ഇവരെല്ലാം കൂടി ഒരുമിച്ച് പോകുന്നതാണ് നാട്ടുകാർക്ക് പ്രശ്നം. ഇത് നമ്മൾ പ്രശ്നമാക്കി പറയുമ്പോൾ നിനക്ക് നാണമില്ലടാ വേറുള്ളവന്റെ കുടുംബത്തിൽ കയറണമെന്ന് ചോദിക്കും. ഇല്ലടാ, എനിക്ക് ഒരു നാണവും മാനവും ഉളുപ്പുമില്ല. ഇനി വല്ലതും പറയണ്ട? ഇല്ലല്ല, ഇനിയും പറയണ്ടെങ്കിൽ പറയടാ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. ഞാൻ നോക്കുന്ന സമയത്ത് കല്യാണ സമയത്ത് വന്നപ്പോ ടോപ്പിക്കില് അനു ചിരിക്കുന്നില്ല എന്നതായിരുന്നു പ്രധാന വിഷയം ഉണ്ടായത്. ഇപ്പൊ വിഷയങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് വന്നപ്പം എനിക്ക് നിങ്ങളുടെ ഫാമിലിനെ ഞാൻ അടുത്തറിഞ്ഞു, സംസാരിച്ചു. നല്ലൊരു ഫാമിലി, ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. സോ ഇപ്പത്തെ നെഗറ്റീവ് കമന്റ്സ്, നമ്മള് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. സോ ഇത് നിങ്ങളെ ബാധിക്കാറുണ്ടോ ശരിക്കും? എന്റെ കാര്യം എന്ന് വെച്ചാല്, ഞാൻ ആദ്യമായിട്ട് എനിക്ക് അറിയില്ലല്ലോ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പം ചിരിച്ചെന്ന് വെച്ചാൽ അന്ന് ഒരാഴ്ച 2 ആഴ്ച മുന്നേ ഞങ്ങൾ ഒരുപാട് ഷൂട്ട് കാര്യങ്ങൾ, കല്യാണത്തിന്റെ തിരക്കുകളൊക്കെ ആയിരുന്നു. അത് വെച്ചിട്ടാണ് ഭയങ്കര ടയേർഡായിരുന്നു. കല്യാണത്തിന്റെ അന്നും റിസപ്ഷൻ കഴിഞ്ഞിട്ട് 12 മണി 1 മണിയായി, വീണ്ടും 3 മണിക്ക് അടുത്ത് കല്യാണത്തിന്റെ മേക്ക് ഓവറിന് പോയി. അങ്ങനെയൊക്കെയാണ്. ചിരിച്ചതൊന്നും സോഷ്യൽ മീഡിയയിൽ അവർ എടുത്തിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ ഒരുപാട് പേര്, ഞങ്ങൾ അറിയാത്ത ഒരുപാട് പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഞാൻ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നവളാണ്. ആ ചേച്ചി കണ്ടു കാണുമല്ലോ, അമ്മയും ചേച്ചിയായിട്ടുള്ള ബോണ്ട് ഞാൻ നശിപ്പിക്കും, ചേട്ടന് കിട്ടേണ്ട പെണ്ണല്ല ഞാൻ, അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് പേഴ്സണലി എന്നെ അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു സമയത്ത് താർ ഓട്ടിക്കുന്ന ഒരു വീഡിയോയില് അവര് ക്യാമറ ചേട്ടൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇടാൻ, ഞാൻ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ടു. അത് കണ്ടിട്ട് കുറെ ഞാൻ കുടുംബം 2ആക്കാൻ വന്നവളാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഇട്ടവരുണ്ട്. പിന്നെ ചേട്ടനോടും ചേച്ചിയോടൊക്കെ പറയുമ്പം അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഇപ്പം കുഴപ്പമില്ല. സങ്കടപ്പെടുത്തിയ ഒരുപാട് കമന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പം അവരൊക്കെ നല്ലത് പറയുന്നുണ്ട്, നല്ല കമന്റ്സ് ഇടുന്നുണ്ട്, സന്തോഷം. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടൊക്കെ പോയാണ്. ഈ കമന്റ്സ് ഇടുന്ന കുറെ എണ്ണം ഉണ്ട്, ചുമ്മാ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. യുവമാരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. ഈ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കമന്റ് ബോക്സുകളിൽ വന്നിട്ട് ഓരോ കുടുംബങ്ങളെ ഇടയിൽ പോയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ കുറെ കാട്ടക്കിഴങ്ങന്മാരാണ്.
എന്നിട്ട് കുറ്റം മൊത്തം നമ്മളെ നെഞ്ചത്തും വരും. ഓക്കെ, നമ്മളാണ് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത്, നമ്മളുള്ള കാര്യം പറയും, അല്ലാതെ കുത്തിത്തിരിപ്പൊന്നുമല്ല. ശരിയെന്ന് തോന്നിയത് ശരിയെന്ന് പറയും, തെറ്റെന്ന് തോന്നിയത് തെറ്റെന്ന് പറയും. ഇത് ചിലപ്പോൾ ശരിയായ വല്ല അപരാധങ്ങളും കാണിക്കുന്നതിന് നമ്മൾ ചൂണ്ടിക്കാണിക്കുമോ കണ്ടവന്റെ കുടുംബത്തിൽ കയറി കൊണക്കാൻ നിനക്ക് കൊണയില്ലേടാ എന്ന് പറയും. ഓക്കെ, അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ ലക്കി ഫാമിലി അവരെ എൻജോയ്മെന്റ് ആയിട്ട് വൈബായിട്ട് എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ അനുവിന് ആ ഒരു ആദ്യം വന്ന ഘട്ടത്തിൽ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ ഒരു വിഷമം. പിന്നെ ശരിയായി പോകെ എല്ലാമേ ശരിയായിട്ട് പോറേ, നല്ല കാര്യം. അങ്ങനെ പോകെ എല്ലാം ശരിയാവണം, അല്ലെങ്കിലാണ് വിഷയം. എന്തായാലും കൊള്ളാം, നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. അവരുടെ പ്രൊഫൈല് ഞാൻ ഇവിടെ കൊടുക്കാൻ കേട്ടാം. 7 ലക്ഷത്തി സംതിങ് ഫോളോവേഴ്സ് ഈ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അതിന്റെ ഒരു തംബ്നെയിൽ അവൻ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ സെറ്റപ്പ് ആയോ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നാട്ടുകാരൊക്കെ പച്ച അപരാധം പറയുന്നുണ്ട്, അതിനുള്ള റിപ്ലൈകളൊക്കെ അവർ തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് പുതിയ വീട്ടിലേക്ക് മാറി, നിങ്ങൾക്കുള്ള ഉത്തരം ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ കൊടുക്കുന്നുണ്ട് മറുപടികൾ. അപ്പോൾ കുടുംബം എന്നാൽ കുറേ ഇറുക്കം അടിയും വഴക്കുകളുണ്ടാവും. ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുകളൊക്കെ ഉണ്ടാവും. ഞാനും എൻ്റെ ചേട്ടനൊക്കെ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ പിന്നെ അത് പരസ്പരം രപ്പടേ എന്ന് കുറച്ച് തീരും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറും, നമ്മൾ രപ്പടേ വീണ്ടും തോളി കഴിയിടും. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് പേർക്ക് പിന്നെ അവിടെ അഭിപ്രായങ്ങൾ രണ്ടായി, നാട്ടുകാർ രണ്ട് ചേരി തിരിഞ്ഞൊക്കെ നിൽക്കും. പ്രവീൺ പ്രണവിൻ്റെ ഒക്കെ കേസ് അറിയത്തില്ല, അതുപോലെ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ബാക്കി ഇന്റർവ്യൂ വേണം. എനിക്ക് അനുവരിച്ചത് നിങ്ങൾക്കായിരിക്കും കുറച്ച് ടെൻഷൻ കൂടുതൽ ഉണ്ടാവുക. ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരാള് നിങ്ങൾ 5 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഇതുവരെ നമുക്ക് നെഗറ്റീവ് കമന്റ് അല്ലേ ചേച്ചി, നമ്മള് എനിക്ക് നമ്മളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് നെഗറ്റീവ് കമന്റ് നമുക്ക് ഇല്ലായിരുന്നു. കൊച്ചുള്ള വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്നാലും അനുവിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ അനുവിന്റെ ഫേസ് ഇങ്ങനെയാണ്, അനു ചിരിക്കില്ല, കല്യാണം വീട്ടുകാർ സമ്മതിക്കുകയാണ്, കല്യാണം ഭയങ്കരമായിട്ട് കഴിക്കാൻ പോകുന്നത് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഒത്തിരി വന്നു തുടങ്ങി. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കമന്റ് ഒക്കെ പിന്നെ അങ്ങനെ. നേരത്തെ അങ്ങനത്തെ ഒരു കമന്റ് ഇത്രയും കാലമായിട്ട് ഞാൻ വീഡിയോയിൽ സീരിയസ് ആയിട്ട് പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു കമന്റ് വന്നിട്ടില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം അനുവിന്റെ ഫേസ് കാണിച്ചേ പിന്നെ അങ്ങനെ കമന്റായി. ഞാൻ അനു ചിരിച്ചില്ല, അനുവിന് സമ്മതമില്ലാതെ ഒരു കല്യാണം നടത്തുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണം കൂടെ ആയപ്പോൾ അത് ശുഭം വിചാരിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അനുവിന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈ കമന്റ് ഒക്കെ കുത്തിയിരുന്ന് വായിക്കും. വായിച്ചിട്ട് ഞാൻ ഒരിക്കലാണെങ്കിൽ റൂമിലോട്ട് കയറി വന്നപ്പോൾ അനുവിന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മക്കൾ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുവിന്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറയുന്ന പോലെയൊക്കെ തോന്നി. അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഇതുവരെ ചേട്ടന്റെ ഫാമിലിയെ കുറിച്ച് ആരും കമന്റ്സ് ഇങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ എൻഗേജ്മെന്റ് ഞാനുമായിട്ട് കഴിഞ്ഞപ്പം ഇവരുടെ ചാനൽ ഇങ്ങനെയുള്ള കമന്റ്സ് വന്നു തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് ഒരു ടെൻഷൻ, ഇനി എന്റെ മോള് ഇങ്ങനെ പോയിട്ടല്ലേ, അങ്ങനെ അമ്മ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി. അപ്പൊ ഞാൻ അവർക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണെന്ന്. ഞാൻ പിന്നെ അനുവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോടാ, ഇതാണ് നീ പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെയാണ്, കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞവരെ തിരുത്തി പറയേണ്ട ഒരു ഇതാവും. പിന്നെ അനുവിന്റെ വീട്ടിൽ ചെന്നാലും പറഞ്ഞ് ഓക്കെ ആക്കി. പിന്നെ അവർക്ക് ഭയങ്കര ഇതായിരുന്നു, വിഷമം. പിന്നെ അവരുടെ ഫാമിലിയിലുള്ളവർക്കെല്ലാം മെയിനായിട്ട് വീഡിയോസ് എല്ലാം കാണുന്നവരല്ലേ. ഈ കമന്റ് ഒക്കെ ഇങ്ങനെ വന്നപ്പോഴായിരുന്നാലും അവരെ മുഖത്ത് പറയാതെ പറഞ്ഞുകൊണ്ട് ചിരിക്കുമല്ലോ വീട്ടുകാർക്ക്, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു. കുഴപ്പമില്ല. അതിലൂടെ ഒരു കാര്യം മനസ്സിലായെന്ന് ചേച്ചി, 99% ആളുകളും മനുഷ്യന്മാരുടെ പുറമേ ഉള്ള ഒരു അപ്പിയറൻസ് കണ്ടിട്ടാണ് മനുഷ്യന്മാരെ വിലയിരുത്തുന്നത്. ആരുടെയും സ്വന്തം റിയൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാതെ വന്ന് കമന്റ്സ് ഇടും, അങ്ങനെയൊക്കെ. പിന്നെ അതുള്ളതാ, അത് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുന്നിൽ, അതായത് എൻഗേജ്മെന്റ് സമയത്തൊക്കെ അവള് വലിയ ഓക്കെ അല്ല, വിഷമത്തോടൊക്കെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ചിലവർക്ക് ക്യാമറ കാണുമ്പോൾ ഒരു ഷൈ കാണും ആദ്യമൊക്കെ, തുടക്കത്തിലൊക്കെ. എനിക്ക് ഈ പുറത്ത് ചിലപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുമ്പോൾ കോപ്പ്, ഞാൻ ഒരുമാതിരിയാവും. അത് ഓരോരുത്തരുടെ രീതിയാണ്, അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഓക്കെ വരും. ഇപ്പം ആദ്യമൊക്കെ തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കോപ്പ്, ഈ ഒരു മൂഡായിരുന്നു. ഇപ്പം പിന്നെ അത് ആ ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളത് ഇതായി യൂസ്ഡായി. ഇപ്പോൾ കുഴപ്പമില്ല, ക്യാമറ ശരി, ഈ മൂഡായി. സ്വാഭാവികമാണ്, അതങ്ങനെ നമ്മളായി മാറും കാലക്രമേണ. അതുപോലെ ആദ്യം ചിലപ്പോൾ ക്യാമറകളും എൻഗേജ്മെന്റ് സമയത്ത് ക്യാമറകളും അതും ഇതുമൊക്കെ കണ്ടപ്പോൾ അനുവിന് തന്നെ എന്ത് കോപ്പ് പുല്ല്, എല്ലാ ക്യാമറ എൻ്റെ മുഖത്തോട്ടാണല്ലോ എന്നുള്ള മൂഡിൽ ചിലപ്പോൾ ഒരുമാതിരി നിന്ന് കാണും. അതൊക്കെ അങ്ങനെ സംഭവിക്കും. പിന്നെ അവരുടെ കുടുംബത്തിലെ പ്രശ്നം, അവർക്ക് പ്രശ്നങ്ങളേ ഇല്ല, പിന്നെ നാട്ടുകാർക്കാണ് പ്രശ്നം. അപ്പോൾ ചോദിക്കും, നീ ഇത് പ്രശ്നമല്ലടാ പറയുന്നത്. ഞാൻ പ്രശ്നമല്ല പറയുന്നത്, അവർ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കണം. അതെങ്കിലും മനസ്സിലാക്കടാ മൊണ്ണശ്ശികളെ. നമ്മളിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പുറം കുടുംബത്തിൽ കണ്ടവൻ്റെ കുടുംബത്തിൽ കയറി കണങ്ങാണ്, കണ്ടവൻ്റെ കുടുംബത്തിൽ കയറി കണങ്ങുന്നതെന്ന് വെച്ചാൽ കണ്ടവൻ്റെ കുടുംബ പ്രശ്നം കൊണ്ട് കണ്ടവ് കൊണ്ട് നാട്ടിൽ ഇടുമ്പോഴാണ് നമ്മൾ കയറി പറയുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ ബുദ്ധനാണ്, സൈലന്റ്. ഓക്കെ, കുഴപ്പമില്ല, അറിയാം. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ വീട് പാല് വെച്ച് കഴിഞ്ഞ് പിന്നെ ചേച്ചിക്കായിരുന്നു. ചേച്ചി അനുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ കേക്ക് വാങ്ങി കഴിച്ചില്ല, പിന്നെ എനിക്ക് ഞാൻ വീഡിയോ വെച്ചത് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയുള്ള കമന്റ് മാത്രമേ ഉള്ളൂ.
അതിന് ഞാൻ യൂട്യൂബ് എടുത്ത് ഇപ്പൊ അതിനെ 10-16 ഒരു ബ്ലോഗ് ആയിട്ടിട്ട് റിയാക്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിയാണ്, അതിലൊരു മുഖം കണ്ട് ഞങ്ങനെ തോന്നും, അതിന് പിന്നെ എന്തിനാ കാല് വെച്ചാ വീട്ടിൽ കയറി വന്ന്, അങ്ങനെയൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുന്നു എല്ലാവരും ആ വീഡിയോ എടുത്ത് വെച്ച്. ഇതിപ്പോ നിങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് അറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് ഡെയിലി വീഡിയോസ് പകുതി കാണിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് മാത്രമേ നിങ്ങൾ കാണിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് ജഡ്ജ്മെന്റൽ ആവാ, അത് ഈ കമന്റ്സ് എന്ന് പറയുന്ന ഒരു എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ, അതിനപ്പുറം വരുമ്പോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഡീൽ ചെയ്യുന്ന പോലെ എടുക്കണമെന്നില്ല. സോ അതെങ്ങനെയാ ശരിക്കും നിങ്ങൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ എങ്ങനെ ബിൽഡ് ആവുക? മെയിനായിട്ട് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും റിയാക്ട്, ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങനെ പറഞ്ഞ ചേച്ചിയെ പറഞ്ഞ അനുവിനെ പറഞ്ഞ അങ്ങനെ റിയാക്ട് ചെയ്തില്ല. നിക്കിയെ പറയുമ്പോൾ മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചിലരുണ്ട് ഈ കൊച്ചെന്തിനിങ്ങനെ നിൽക്കുന്നു, മരിച്ചുപോയ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഒരു പയ്യനെന്തോ അങ്ങനെ കമന്റ് ഇടുക, അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി. അങ്ങനെ കണ്ടപ്പോ അത് കുഞ്ഞിനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ലക്കിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ ഞങ്ങളെ പുതിയ പാലിയാശ്ശി വീട്ടില് ഞങ്ങളെ വിളക്ക് വെച്ച് കയറിയപ്പോൾ ലക്കിക്കുട്ടനെ കൊണ്ട് ഞങ്ങൾ 3 ഒരുമിച്ചാണ് കയറിയത്. അതിനൊരു കമന്റ് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മക്കളാകുന്നത് വരെയുള്ളൂ കൊച്ചിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ സ്നേഹം, അങ്ങനെയൊക്കെ കമന്റ്. അല്ല നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഫണ്ണായിട്ട് രീതിയിലും എന്ത് പറഞ്ഞാലും ഇതിൽ ഫണ്ണായിട്ട് രീതിയിൽ എന്തിനാ പ്രതികരിക്കണേ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഫണ്ണായിട്ട് രീതിയിൽ അങ്ങ് എടുക്കുകയുള്ളൂ. പിന്നെ കൊച്ചുള്ളവരെ പറയുമ്പോൾ മാത്രം നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. അപ്പം ഞാനായിട്ട് കാണുകയാണെങ്കിൽ ചേച്ചി വിളിച്ച് ചേച്ചി ഇതെങ്ങനെയാണ്, ചേച്ചി റിയാക്ട് ചെയ്യും, ചേച്ചി മെസ്സേജ് ഇടും, ഞാൻ തിരിച്ചിടുക, അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മൾ സംസാരിക്കുള്ളൂ. അല്ലാതെ നമ്മളെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇത്രയും കാലമായിട്ട് അനുവിനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റിയാക്ട് ഒന്നും ചെയ്യാൻ പോലും. ഞാൻ അനുവിനോട് പറയുക ഇങ്ങനെ തന്നെയാണ്, അവർക്ക് അറിയില്ലല്ലോ സത്യാവസ്ഥ എന്താണെന്ന്, കുഴപ്പമില്ല, ഒന്നും പറയാൻ പോകണ്ട, അങ്ങനത്തെ രീതിയിൽ നിൽക്കുള്ളൂ. പിന്നെ ഇവരെ പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ലേ, കൊച്ചു പിള്ളേർ അവരെന്താണ് അറിയുന്നത്, അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവത്തുള്ളൂ. ഞാൻ പിന്നെ വേറെ ഫ്രീ ആയിട്ട് അഡ്വൈസ് തരാം. സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ എന്നും വാഴ്ത്തിപ്പാടി വാവ് അതിലേട്ടം പൊളി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. അവർ ചില സമയം കഴിയുമ്പോൾ അത് വിവരം ബോധമുള്ള ആൾക്കാർ ആ നമ്മളെ കണ്ടന്റിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെടുത്ത് പറയും. അല്ലാത്തവർ ഇങ്ങനെ ചുമ്മാ കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാ കമൻസും നമുക്ക് സപ്പോർട്ടായിട്ട് കാലാകാലം വരുമെന്നും എല്ലാവരും നമ്മളെ ജീവിതകാലം മൊത്തം സപ്പോർട്ട് ചെയ്യുന്നൊന്നും വിചാരിക്കില്ല. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ നിൽക്കല്ലേ. എനിക്കതേ പറയാനുള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് വരും. ഇത് രണ്ടും ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുക. അല്ലാത്ത പക്ഷം വേറെ വല്ല പണിക്കും പോവുക. ഓക്കെ, നമ്മൾ വീഡിയോ ഇടുന്ന കാലം മൊത്തം നമ്മളെ നാട്ടുകാർ മൊത്തം സപ്പോർട്ട് ഒന്നും ചെയ്തുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറ്റത്തില്ലേ. അതാണ് അതിൻ്റെ വേറൊരു സത്യം. ഓക്കെ, അത് മനസ്സിലാക്കുക. എന്തുവാ നമ്മളെ പറയും, നമ്മളിതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിലും ഇതിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ട്, ആ കാശ് നമുക്ക് വേണം, ഇതിൽ നിന്ന് കുറച്ചധികം കാശ് കിട്ടുന്നുണ്ട്, അത് നമുക്ക് വേണമെന്ന് സ്വയമേ ഒരു തോന്നലുണ്ടെങ്കിൽ ഇതെല്ലാം ഫേസ് ചെയ്യുക. നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഫേസ് ചെയ്യുക. അല്ലാത്ത പക്ഷം പിടിച്ചെനിക്കാൻ പറ്റില്ലടേ, ഉള്ള കാര്യമാണ്, അറിയാമെന്നുള്ളതുകൊണ്ടല്ലേ പറയുന്നേ. ഓക്കെ, ബാക്കി ചേച്ചി എനിക്ക് പണ്ട് ഞാൻ ആ കഴിഞ്ഞിട്ടൊരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയി. ഞാൻ വിചാരിച്ചു ഇത്രയും നെഗറ്റീവ് കമന്റുകൾ അത് ഭയങ്കരമായിട്ട് പേഴ്സണലി ബാധിച്ചിട്ടില്ല. ഇല്ല നമുക്കറിയാലോ ആൾക്കാരുടെ ഓരോ എന്ന് വെച്ചാൽ ഒരിക്കൽ ഇവിടെ ആണെങ്കിൽ ഒരിക്കൽ അവിടെ, അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാരാണല്ലോ. എവിടെ എന്ത് ഉണ്ട് ആൾക്കാരുടെ ഇപ്പൊ എന്റെ മുഖഭാവം മാറി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അവിടെ അങ്ങനെ കമന്റ്സ് വന്നത്. ഞാൻ കേക്ക് വാങ്ങിയില്ല, എന്നിട്ട് കിച്ചു എനിക്ക് കേക്ക് തന്നു, പിന്നെ എന്നെയും കിച്ചുവിനെയും വെച്ചിട്ട് ബാഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവര് ന്യൂലി മാരീഡ് കപ്പിളല്ലേ, നീ എന്തിനാ അതിന്റെ ഇടയിൽ കയറുന്നു, അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സ് മൈൻഡ് ചെയ്യൂല. അതെ, അതിനെ പോലെ ആയിരിക്കണം. അതൊന്നും മൈൻഡ് ചെയ്യില്ല. എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? നമുക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാ ആൾക്കാർ പലതും പറയും. പിന്നെ ഞാൻ ഒറ്റ കാര്യം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടുത്ത് പറയത്തുള്ളൂ, കുടുംബകാര്യം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടല്ലേ. ഇട്ട് കഴിഞ്ഞാൽ മീൻസ് എല്ലാം ഈ മറ്റേ ഉപ്പും മുളകിലായിട്ട് എൻ്റെ മോള് പോയി അടിച്ച് ഒടിഞ്ഞ് പൊളിഞ്ച് അടുത്ത പ്രവീൺ പ്രണവ് കാണിച്ചതുപോലെ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ നല്ലപോലെ ജഡ്ജ് ചെയ്യും. അങ്ങനെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നാറി നത്തം കൊട്ടി പണ്ടാറടങ്ങും. ഇപ്പം എൻ്റെ കമന്റ് ബോക്സ് തെറി വിളി വരാറുണ്ട്. അല്ലാതെ നിന്റെ കുടുംബത്തിലാവൻ അങ്ങനെ അല്ലടാ, നിന്റെ ഇങ്ങനെ അല്ലടാ, മറ്റേ അങ്ങനെ അല്ലടാ, ഈ സാധനം വരത്തില്ല. കാരണം എൻ്റെ കുടുംബകാര്യം ആർക്കും അറിയത്തില്ല. ഞാനിവിടെ റിയാക്ട് ചെയ്യുന്നു, മറ്റുള്ളവരുടെ കുടുംബത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, അന്തസ്സോടെ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ സ്വന്തം കുടുംബകാര്യം വിറ്റ് കാശാക്കാത്തതുകൊണ്ട് തന്നെ എന്നെ പറ്റി പറയാൻ ആരുമില്ല. ഓക്കെ, അത് പറയാൻ പറ്റത്തില്ല, അവർക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യം അവരെങ്ങനെ പറയും? എന്നിട്ട് നിങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ നടക്കുന്ന സകലമാന തുമ്പിയത് എല്ലാ കാര്യവും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഓഫ് കോഴ്സ് നാട്ടുകാർ അതിൽ ജഡ്ജ്മെന്റ് പറയും, അവരുടെ അഭിപ്രായങ്ങൾ പറയും, ചിലപ്പോൾ ഇതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും, എല്ലാം ഉണ്ടാവും. അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ മാത്രം നമ്മൾ ഇതുപോലെ വീഡിയോ ഇട്ട് കാശുണ്ടാക്കുക. അല്ലാത്ത പക്ഷം ചുപ്പ് രേഖം.
വേണ്ട കേക്ക് കൊടുക്കുന്ന മറ്റേ വീഡിയോ ആണ്. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ആർക്കൊക്കെ കൊടുക്കുന്നു, ആരൊക്കെ വാങ്ങുന്നു. അപ്പോൾ മറ്റേ പെണ്ണിൻ്റെ മുഖം കണ്ടപ്പോൾ അങ്ങനെ തോന്നി, ഇങ്ങനെ തോന്നി, അവളെന്തോ ദുഃഖിതമായിട്ട് നിൽക്കുന്നു. ആർക്കൊക്കെ കേക്ക് കൊടുക്കുന്നു, ആരൊക്കെ തിന്നുന്നു. എനിക്കായിരുന്നെങ്കിൽ എല്ലാവരും കേക്ക് തന്നാലും ഞാൻ ചിലപ്പോൾ തിന്നേനെ. ആ സമയം പോലെ ഇരിക്കും. ചിലപ്പോൾ കേക്ക് വേണ്ടെന്ന് തോന്നിയാൽ തിന്നൂല. അതൊക്കെ ഓരോ മൂഡേ, ബേസ്ഡ് ഓൺ ദെയർ മൂഡ്. കേക്ക് വാങ്ങിയത് നിങ്ങൾക്കിടയിൽ കുഞ്ഞൊരു മൂവ്മെന്റ് മെയിനായിട്ട് ആ വീഡിയോ അങ്ങനെയല്ല. ആദ്യം ചേച്ചി നിക്കി എടുത്തിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് അടുത്ത് കേക്ക് വാങ്ങുന്നുണ്ട്. ആ വീഡിയോ ഇല്ല, ആ വീഡിയോ അവരെടുത്തില്ല. അവര് ആ കേക്ക് വാങ്ങാത്ത അത് മാത്രമേ കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള, അത് മാത്രമേ ഉള്ളതെന്ന്. ശരിക്കും ചിലപ്പോൾ പകുതി വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ജഡ്ജ്മെന്റിലായി പോകുന്നത്. ചിലപ്പോ അതിന് ബാക്കി വേറെ കഥ ഉണ്ടാവും എന്നത് നമ്മൾ എത്ര പറയാൻ ശ്രമിച്ചാലും ഒരു ഭൂരിഭാഗം ആളുകൾ അത് വിശ്വസിച്ചു കഴിഞ്ഞു. ഒരാളുടെ ലൈഫിൽ നല്ലൊരു കാര്യം നടക്കുമ്പോഴത്തേനും അത് മോശപ്പെട്ട രീതിയിൽ കാണുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഒരു കാര്യം ചെയ്യുമെങ്കിലും നമ്മളുടെ ഒരു ഫേസ് ഒന്ന് മാറുമ്പോ തന്നെ അവർക്ക് ഇഷ്ടമില്ല, ഉടനെ അങ്ങ് സ്ഥാപിക്കുകയാണ് നമ്മുടെ മേലെ വെച്ച്. അതിന്റെ പിന്നിൽ അവർക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അന്ന് തലേദിവസം മൊത്തം അവിടെ ഓട്ടും തിരക്കും അങ്ങനെയൊക്കെ കാര്യമായിരിക്കും, ഡള്ളായിട്ട് കഴിക്കുന്നത്. കുഞ്ഞാണെങ്കിലും ഭയങ്കര അവർക്ക് ആൾക്കാർ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അവൾ എന്റെ കയ്യിൽ നിന്ന് വേറെ ആരുടെ കയ്യിലും പോകില്ല, ഫുൾ എന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരുന്നു. മെയിനായിട്ട് വിളക്ക് കത്തിച്ചപ്പോ ഭയങ്കരമായിട്ട് ഫാനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അകത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല കയറുന്നത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് കയറിക്കൊണ്ടിരുന്നപ്പോ ഭയങ്കര ചൂടായി ചൂടുകാലം കൂടെയാ. ഭയങ്കരമായിട്ട് എന്ന് കരഞ്ഞു. അതൊക്കെയാണ് ഓരോരുത്തർക്ക് ഇഷ്ടമില്ലാത്തത്. ചേച്ചി അപ്പഴേ കുറച്ച് വെളിയിറങ്ങി പോയിട്ട് വീണ്ടും അകത്ത് വരും, അവളെ കുറച്ചേരം കൊണ്ട് നടത്തിയിട്ട് അകത്ത് വരും. അങ്ങനെയൊക്കെയാണ്. അതിനൊക്കെയായിരുന്നു ഇഷ്ടമില്ലാത്തോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെയുള്ള കമന്റിന്റെ കാര്യം. ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിനെക്കാട്ടും ആളുകൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണുന്ന ആഗ്രഹങ്ങൾ തോന്നിയിട്ടുണ്ടോ? കൂട്ടുകുടുംബമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ല, എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയെങ്കിലും അവരെ പ്രൈവറ്റ് പ്ലേസിലാക്കിക്കൂടെ, നിങ്ങൾ എന്തിനാ അതിന്റെ ഇടയിൽ പോകണു, അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സുകളാണ് കൂടുതൽ. ഞാൻ ഇവരുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങളുടെ പ്രൈവറ്റ് പ്ലേസ് എടുക്കണം എന്നൊക്കെ പറയും. ഇവര് എനിക്ക് ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു. ഒരു കമ്പനി ഏതൊരു ചേച്ചിയാണ്, ഏട്ടത്തിയമ്മ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ ചേട്ടനെയും കൊണ്ട് പോകണം, അങ്ങനെ എന്തോ പറയും. എങ്ങനെ ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു? ഞങ്ങള് റിയാക്ട് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അങ്ങനെയല്ല റിയൽ ആയിട്ട്. അതുകൊണ്ട് അല്ല, റിയാക്ട് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് നമ്മളെ ഒട്ടും ഹേർട്ട് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്ന് ചിന്തിക്കും. അതിപ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എനിക്ക് ഓൾറെഡി നിങ്ങളുടെ നേരിട്ട് വന്ന് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ കണ്ടോണ്ട് എനിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് അയ്യോ നേരിട്ട് അറിയാത്ത ആളുകളാണെങ്കിലും ഇത്തരത്തിൽ കമന്റ്സ് ഇടണേന്നാണ്. സോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നാണ് ആളുകൾക്ക് അറിയേണ്ടത്. അത് ഇതോടുകൂടി തീരുമാനമായിക്കൂടാ. ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മളെ വീട്ടില് ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് വൈബാണ്. അനു വന്നതിന് ശേഷം പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ചാണല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയാ. ഓക്കെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവനവന്റെ കുടുംബകാര്യങ്ങൾ അവനവന്റെ കുടുംബത്തിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാർ അഭിപ്രായം പറയില്ല. ഇനി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് വിഷമിക്കാൻ നിൽക്കല്ലേ. കാരണം നിങ്ങൾ അതുവഴി ഏൺ ചെയ്യുന്നുണ്ട്, കാശ് കിട്ടുന്നുണ്ട്. ആ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബകാര്യം നാട്ടുകാരെ അറിയിക്കുക. പിന്നെ നാട്ടുകാർ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കും, അതും ഇതുമൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം ഫേസ് ചെയ്യുക. അല്ലാതെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന പോലെ അനുവിൻ്റെ അമ്മ ഇരുന്ന് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ കിച്ചു കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്, ഇപ്പം ഇങ്ങനെയാണ്, ഇന്ന് നല്ലത് പറയും, നാളെ ചീത്ത വിളിക്കും. സ്വാഭാവികം. അതൊക്കെ ഫേസ് ചെയ്യുക, ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലാതെ കാശ് കിട്ടത്തില്ല. ഉള്ള കാര്യം പറയാം, കാശടേ. അതിനായിട്ട് തന്നെയാണ് ഞാനും നീയും വീഡിയോ ഇടുന്നത്. അപ്പം അത് കിട്ടണ്ടേ. പിന്നെ നമ്മൾ എത്തിക്സ് കാണിക്കും, അത്രേ ഉള്ളൂ. ഇപ്പം നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ന്യായം എന്ന് പറയും, തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് പറയും. പിന്നെ ചിലവന്മാർ പറയും മറ്റുള്ളവൻ്റെ കുടുംബം വിറ്റ് ജീവിക്കാൻ നാണമില്ലടാ. ഇല്ലടാ, നാണം ഇല്ലാത്തതുകൊണ്ടല്ലടാ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരി, അതിനുള്ള ഉത്തരം കിട്ടിയല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ